ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള PSCയുടെ HSI നാച്ചുറൽ സയൻസ് എക്സാമിനേഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. പാരസൈറ്റിക് പ്രോട്ടോസോവൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർട്ട് ബി മോഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ വരുന്ന ഭാഗമാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, ആദ്യം നമുക്ക് ഇതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ ഒന്ന് നോക്കാം. കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫൈലം സാർക്കോമാസ്റ്റിക്കോഫോറ, ക്ലാസ് ലോബോസ, ജീനസ് എൻറ്റമീബ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ, ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കുക. പ്രോട്ടിസ്റ്റ കിങ്ഡത്തിലാണ് വരിക, ജീനസ് എൻറ്റമീബയാണ്, ഫൈലം സാർക്കോമാസ്റ്റിക്കോഫോറ ആണ് വരിക. എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് അപകടകാരിയായ ഒരു അവയവ പരാതമാണ്. അവയവ പരാതം എന്ന് പറഞ്ഞാൽ എനൈറോബിക് പാരസൈറ്റ്. എനൈറോബിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലെ, എയറിന്റെ പ്രസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാണ്ട് റെസ്പിറേഷൻ നടത്തുന്നതിനാണ് എനൈറോബിക് എന്ന് നമ്മൾ പറയാറുള്ളത് പൊതുവെ. അപ്പൊ ഇവ അവയവ, അതായത് വായു ഇല്ലാത്ത എന്നുള്ള അർത്ഥമാണ് വരിക. അവയവ എന്ന് വായിക്കരുത്, അവയവ പരാതം ആണ്. മനുഷ്യരിലും മറ്റു പ്രൈമേറ്റുകളിലും ഇത് അമീബിയാസിസ് എന്ന ഒരു രോഗം ഉണ്ടാക്കുന്നു. ഇവ വേൾഡ് വൈഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ഓർഗാനിസമാണ്, അതായത് ലോകവ്യാപകമായി കാണപ്പെടുന്നതാണ് ഈ ഒരു ഓർഗാനിസം. പക്ഷേ ഇവയെ ഉഷ്ണ ഉപോഷ്ണ മേഖലകൾ, അതായത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ഏരിയാസിലാണ് ധാരാളമായിട്ട് കണ്ടുവരുന്നത്. 1875 ഫെഡർ ലോഷ് ആണ് ഇവയുടെ അണുബാധയെ കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഫെഡർ ലോഷ് ആണ് ഇവയുടെ അണുബാധയെ കുറിച്ച് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. എപ്പോഴാണ്? 1875. അതിനുശേഷം 1903 ഫ്രിറ്റ്സ് ഷൗഡിൻ എന്ന സയന്റിസ്റ്റ് ആണ് ഇവയ്ക്ക് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ലാറ്റിൻ നാമം നൽകിയത്. അതിന് കാരണം ഹിസ്റ്റോലൈറ്റിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടിഷ്യൂസിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. ലൈസിസ് എന്ന് പറയുന്നത്, ലൈറ്റിക്ക എന്ന് പറയുന്നത് ലൈസിസ് എന്നുള്ള അർത്ഥം. അപ്പോ സെൽസിനെ അഥവാ ടിഷ്യൂസിനെ ലൈസിസ് നടത്തുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ഹിസ്റ്റോലൈറ്റിക്ക എന്ന സ്പീഷീസ് നെയിം ഇവർക്ക് നൽകിയത്. അപ്പൊ കോശങ്ങളെ വിഘടിപ്പിക്കാനുള്ള ഇവയുടെ കഴിവിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇവയ്ക്ക് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന ലാറ്റിൻ നാമം ആര് നൽകിയത്? ഫ്രിറ്റ്സ് ഷൗഡിൻ 1903 നൽകിയത്. ഇനി നമുക്ക് ഇവയുടെ മോർഫോളജിയെ കുറിച്ച് പഠിക്കാം. അപ്പൊ ഇവിടെ ജീവിത ചക്രത്തിന്, അതായത് ലൈഫ് സൈക്കിളിന് 3 ഘട്ടങ്ങൾ കാണാൻ പറ്റും. പ്രധാനമായി 2 ഘട്ടങ്ങളും ഒരു ഇന്റർമീഡിയറ്റ് ഘട്ടവുമാണ് കാണുക. പക്ഷെ ഈ 3 ഘട്ടങ്ങളിലും 3 രൂപങ്ങളിലാണ് ഇവ കാണപ്പെടുക. ആദ്യത്തെ ഘട്ടമാണ് ട്രോഫോസോയിറ്റ് ഘട്ടം. ട്രോഫോസോയിറ്റ് ഘട്ടത്തില് ഇവയ്ക്ക് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല. അമീബോയിഡ് ഷേപ്പ് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു കോശശരീരമാണ്. യൂണിസെല്ലുലാർ ആണ്, ഏകകോശ ജീവിയാണ്. വലിപ്പം ഏകദേശം 10 തൊട്ട് 60 മൈക്രോൺ വരെയാണ് ഇതിന്റെ സൈസ് വരിക. ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആണ് കാണപ്പെടുക. കാരിയോസോം, സെൻട്രൽ കാരിയോസോം ഉള്ള ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആണ് കാണപ്പെടുക. ഇവയെ നമുക്ക് മനുഷ്യന്റെ കുടലിലെ കോശങ്ങളിലാണ് കാണപ്പെടുക. ഇവയ്ക്ക് ചലനശേഷിയുണ്ട്. കപടവാതങ്ങൾ, അതായത് സ്യൂഡോപോഡിയ ഉപയോഗിച്ചിട്ടാണ് ഇവ മൂവ് ചെയ്യുക. ഇവയുടെ ശരീരത്തില് ഭക്ഷ്യാവശിഷ്ടമായ രക്തകോശങ്ങൾ കാണപ്പെടുന്നത്, അതായത് ഹോസ്റ്റിന്റെ ശരീരത്തിലെ ഒരു പാരസൈറ്റുകളാണല്ലോ. അപ്പൊ ഹോസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് ഇവർ ഭക്ഷിക്കുന്ന ബ്ലഡ് സെൽസിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവയുടെ ശരീരത്തിൽ കാണാൻ പറ്റും. അത് ഇതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. നോക്കുക, ഇതാണ് ട്രോഫോസോയിറ്റ് ഘട്ടം. ട്രോഫോസോയിറ്റ് ഘട്ടം എന്ന് പറയുന്നത് നോക്കുക, ഇതില് ട്രോഫോസോയിറ്റ് ഘട്ടത്തിൽ നമുക്ക് സ്യൂഡോപോഡിയ അത് ഇവിടെ കാണാൻ സാധിക്കും. ദെൻ WBC, RBC ഒക്കെ കാണാൻ സാധിക്കും. അതായത് ഇത് ഭക്ഷ്യാവശിഷ്ടങ്ങളായിട്ട് കാണപ്പെടുന്ന WBC, RBC ആണ്. സെൻട്രൽ കാരിയോസോമോടുകൂടിയ ഒരു ന്യൂക്ലിയസ് കാണാൻ സാധിക്കും. ദെൻ പെരിഫറൽ ക്രോമാറ്റിൻ ഉണ്ട്, ക്രോമാറ്റിൻ ഗ്രാനുൾസ് ഉണ്ട്. ഇതിന്റെ കോശദ്രവ്യം, അതായത് സൈറ്റോപ്ലാസം 2 ഭാഗങ്ങളായിട്ട്, അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു എക്ടോപ്ലാസവും ഇതിനുള്ളില് ഗ്രാനുലർ ആയിട്ടുള്ള ഒരു എൻഡോപ്ലാസവും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതില് ഫുഡ് വാക്യൂൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് ട്രോഫോസോയിറ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ ട്രോഫോസോയിറ്റിന് പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല. അമീബോയിഡ് ബോഡിയാണ്, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. വലിപ്പം ഏകദേശം 10 to 60 മൈക്രോൺസ് ആണ്.
സിംഗിൾ ന്യൂക്ലിയസ് ആണ് കാണപ്പെടുക. മനുഷ്യന്റെ കുടലിലെ കോശങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ചലനത്തിനായിട്ട് സ്യൂഡോപോഡിയയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഭക്ഷ്യാവശിഷ്ടമായിട്ട് രക്തകോശങ്ങൾ ഇവരുടെ സെല്ലിൽ നമുക്ക് കാണാൻ സാധിക്കും. കോശദ്രവ്യം അതായത് സൈറ്റോപ്ലാസം തെളിഞ്ഞ എക്ടോപ്ലാസവും ഗ്രാനുലർ ആയിട്ടുള്ള എൻഡോപ്ലാസവും കൂടിയതാണ് ഇതിന്റെ സൈറ്റോപ്ലാസം. അടുത്ത ഘട്ടമാണ് പ്രീസിസ്റ്റ് ഘട്ടം. പ്രീസിസ്റ്റ് ഘട്ടത്തില് വൃത്താകൃതിയോ ദീർഘവൃത്താകൃതിയോ ആയ കോശശരീരമാണ് കാണുക. സിംഗിൾ ന്യൂക്ലിയസ് ആണ്, ഒരു മർമ്മമാണ് കാണാൻ സാധിക്കുക. കോശശരീരം ഗ്ലൈക്കോജനാൽ സമ്പുഷ്ടമാണ്. ഗ്ലൈക്കോജൻ ധാരാളമായിട്ട് ഇവയുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും. പ്രവർത്തനരഹിതമാണ്, അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഈ പ്രീസിസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. 2 ക്രോമറ്റോയിഡ് ബാറുകളും ഇതിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തതാണ് മൂന്നാമത്തെ ഘട്ടമാണ് സിസ്റ്റ് ഘട്ടം. മൂന്നാമത്തെ ഘട്ടത്തില് ഗോളാകൃതിയിലാണ് കാണുക. അപ്പൊ ആദ്യത്തെ ട്രൊഫസോയിഡ് ഘട്ടത്തില് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, അമീബോയിഡ് ബോഡിയാണ് കാണുക. പ്രീസിസ്റ്റ് ഘട്ടത്തില് വൃത്താകൃതിയോ അതായത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. സിസ്റ്റ് ഘട്ടത്തില് ഗോളാകൃതി സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും കാണുക. 10 to 20 മൈക്രോൺസ് ആണ് ഇതിന്റെ സൈസ് വരിക. ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽ ബോഡിയാണ് കാണാൻ സാധിക്കുക. അതായത് അല്ലെങ്കിൽ ടെട്രാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള 4 മർമ്മങ്ങളോട് കൂടിയ കോശശരീരമാണ് കാണുക. പിന്നെ ശരീരത്തിലെ ക്രോമറ്റോയിഡ് ബാറുകൾ കാണപ്പെടുന്നു. ഗ്ലൈക്കോജൻ വാക്യൂളുകളും കാണപ്പെടുന്നുണ്ട്. അതായതാണ് സിസ്റ്റിന് തന്നെ 3 ഘട്ടങ്ങൾ പറയാം. ആദ്യം ഈ പ്രീ സിസ്റ്റിൽ നിന്നാണ് സിസ്റ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മച്ചുവർ ആയിട്ടുള്ള സിസ്റ്റില് ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാകുക. അതുപോലെ 2 ക്രോമറ്റോയിഡ് ബോഡീസ് കാണാൻ സാധിക്കും. അതുപോലെ ഗ്ലൈക്കോജൻ മാസ് കാണാൻ സാധിക്കും. അത് ബൈനറി ഫിഷൻ സംഭവിച്ച് അത് ശരിക്കും ബൈന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റായിട്ട് 2 ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ഒരു സിസ്റ്റായിട്ട് ഫോം ചെയ്യും. പിന്നീട് അതിന് വീണ്ടും ഡിവിഷൻ നടന്നിട്ടാണ് ഇത് 4 ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് അഥവാ ടെട്രാ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കോശശരീരമായിട്ട് മാറുന്നത്. ഇതാണ് മെച്യൂർ സിസ്റ്റ്. ഈ ഫോമിലാണ് ഇത് മനുഷ്യന്റെ വിസർജ്യത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. സിസ്റ്റ് ഫോർമേഷൻ നടക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് മനുഷ്യന്റെ സ്റ്റൂളിൽ ഫ്രഷ്ലി പാസ്ഡ് സ്റ്റൂളിൽ കൂടി അത് വാട്ടറിലോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളിലോ ഒക്കെ കണ്ടാമിനേഷൻസ് ഉണ്ടായി കഴിയുമ്പോഴേക്കും ഈ സിസ്റ്റ് രൂപത്തിലാണ് മനുഷ്യനിലേക്ക് എത്തുക. പക്ഷെ മനുഷ്യനിൽ രോഗം ഉണ്ടാക്കുന്നത് ട്രോഫോസോയിഡ് ഘട്ടമാണ്. നമ്മളിലേക്ക് അണുബാധ കൊണ്ടുവരുന്നത് ഈ സിസ്റ്റ് ഘട്ടമാണ്. ഇനി ഇതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് നമുക്ക് നോക്കാം. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോഴേക്കും ലൈഫ് സൈക്കിൾ മനുഷ്യനിലാണ് പൂർത്തിയാകുന്നത്. അതായത് ഇത് ഒരേ ഒരു ഹോസ്റ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കാനായിട്ട്. അതുകൊണ്ട് ഇതിനെ ഒരു മോണോജനറ്റിക് പാരസൈറ്റ് എന്ന് നമുക്ക് പറയാം. മോണോജനറ്റിക് പരാതമാണ്. ഒരേ ഒരു ഹോസ്റ്റ്, അതായത് മനുഷ്യനിലാണ് ഇതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ ഒരു അണുബാധയുടെ ഒരു സൈക്കിളും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ലൈഫ് സൈക്കിൾ പറയുക. അപ്പൊ ഫസ്റ്റ് വരുന്നത് സിസ്റ്റ് ഇഞ്ചക്ഷൻ ആണ്. അതായത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് എന്നുള്ള അർത്ഥമാണ്, അല്ലെ? അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ സിസ്റ്റ് ഇഞ്ചക്ഷൻ മലിനമായ ഭക്ഷണം അഥവാ വെള്ളം വഴി ഈ സിസ്റ്റുകള് മനുഷ്യ വിസർജ്യം കലർന്ന ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഈ സിസ്റ്റ് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് എക്സിസ്റ്റേഷൻ, അതായത് സിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സിസ്റ്റേഷൻ പ്രോസസ്സ് വഴി ചെറുകുടലിൽ വെച്ചാണ് ഇത് നടക്കുക. ഹോസ്റ്റിന്റെ ചെറുകുടലിലെ ട്രിപ്സിൻ എൻസൈമിന്റെ പ്രവർത്തന ഫലമായിട്ട് എക്സിസ്റ്റേഷൻ സംഭവിക്കുകയും സിസ്റ്റിൽ നിന്ന് ട്രോഫോസോയിറ്റുകൾ എന്നുള്ള രൂപത്തിലേക്ക് ഇത് പുറത്തു വരികയും ചെയ്യും. ഒരു സിസ്റ്റിൽ നിന്ന് നമുക്കറിയാം ഒരു സിസ്റ്റിന് 4 ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയാം. അത് വീണ്ടും വിഭജിച്ചിട്ട് ഒരു സിസ്റ്റിൽ നിന്ന് 8 ട്രോഫോസോയിറ്റുകളാണ് ടൈം പുറത്തു വരുന്നത്. ഇതില് അണുബാധ ഉണ്ടാകുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. അതായത് രോഗാവസ്ഥയാണ്. ഹോസ്റ്റിന് രോഗം വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. ഇതില് ട്രോഫോസോയിറ്റുകൾ കുടലിന്റെ ആവരണത്തെ ആക്രമിച്ച് അൾസർ ഉണ്ടാക്കും. കുടലിന്റെ ഭിത്തി തുളച്ച് ഇവ രക്തത്തിലൂടെ കരൾ, ശ്വാസകോശം, പ്ലീഹ എന്ന് പറഞ്ഞാൽ സ്പ്ലീൻ ആണ്, മുതലായ അവയവങ്ങളിലേക്ക് ബാധിച്ച് അവയിലെ കുരുക്കൾ ഉണ്ടാക്കും. അപ്പൊ ട്രോഫോസോയിറ്റുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുകുടലിൽ വെച്ച് ഇവ പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുടലിന്റെ ആവരണത്തില് അതിന്റെ മ്യൂക്കസ് മെമ്പറൈൻ ഒക്കെ തുളച്ച് ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് സ്ട്രീമിൽ കൂടി, അതായത് നമ്മുടെ ബ്ലഡിൽ കൂടി
മറ്റുള്ള ഓർഗൻസിലേക്ക് എത്തും. അതായത് കരള്, ലിവർ, ലങ്സ്, സ്പ്ലീന്, ബ്രെയിൻ അതുപോലുള്ള ഓർഗൻസിലേക്ക് എത്തും. എന്നിട്ട് കരളിലൊക്കെ ഇത് കുരുക്കൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണുന്നത്. 4ാമത്തെ ഘട്ടമാണ് ഇവ വൻകുടലിലേക്ക്, അതായത് ഹോസ്റ്റിന്റെ വൻകുടലിലേക്ക് എത്തുകയും വിസർജനത്തിന് മുൻപായിട്ട് വൻകുടലിൽ വെച്ച് സിസ്റ്റുകളുടെ രൂപീകരണം നടക്കുകയും ചെയ്യും. പ്രീ സിസ്റ്റ് ആയിട്ട് മാറും, പിന്നെ സിസ്റ്റ് ഫോർമേഷൻ നടക്കും. അതിനെയാണ് സിസ്റ്റുകളുടെ എൻസിസ്റ്റേഷൻ. എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റിനുള്ളിലേക്ക് ആകുക, എക്സിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റിന് പുറത്തേക്ക് വരിക. ഓക്കെ, അപ്പൊ ആദ്യത്തത് സിസ്റ്റ് ഇഞ്ചക്ഷൻ ആയിരുന്നു. രണ്ടാമത്തത് എക്സിസ്റ്റേഷൻ, അത് ചെറുകുടലിൽ വെച്ചാണ് നടക്കുന്നത്. ട്രിപ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നടക്കുന്നത്. ഒരു സിസ്റ്റിൽ നിന്നും 8 ട്രഫോസോയിറ്റുകളാണ് പുറത്തേക്ക് വരിക. എന്നിട്ട് ഈ ട്രഫോസോയിറ്റുകൾ കുടലിന്റെ ആവരണത്തെ ആക്രമിച്ച് അൾസർ പോലുള്ള വ്രണങ്ങൾ കുടലിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ഇവ വൻകുടലിലേക്ക് നീങ്ങുകയും അവിടെ വിസർജനത്തിന് മുൻപായി സിസ്റ്റുകളുടെ എൻസിസ്റ്റേഷൻ, അതായത് സിസ്റ്റുകളുടെ ഫോർമേഷൻ നടക്കുന്നു. ഈ സിസ്റ്റുകൾ മനുഷ്യ വിസർജ്യത്തിലൂടെ ശരീരത്തിന് പുറത്തേക്ക്, ഹോസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുകയും അവിടെ നിന്ന് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ജലത്തിലൂടെയോ കലർന്ന് ആ സിസ്റ്റ് മറ്റുള്ള മനുഷ്യരിലേക്ക് പകരുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ജീവിതചക്രം അഥവാ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡയഗ്രത്തില് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കുക, ഇവിടെ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടറിന്റെ ഇൻജക്ഷനിലൂടെ മനുഷ്യരിലേക്ക് എത്തുന്നു. അത് മെച്ചർ സിസ്റ്റ് ആയിട്ടാണ് വരിക. ചെറുകുടലിൽ വെച്ച്, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് എക്സിസ്റ്റേഷൻ നടക്കുന്നു. സിസ്റ്റ് പൊട്ടി പുറത്തേക്ക് വരികയാണ് കേട്ടോ. പുറത്തേക്ക് വരുന്നത് ട്രഫോസോയിറ്റ് എന്നുള്ള ഫോമിലേക്കാണ് വരിക. ഈ ട്രഫോസോയിറ്റ് ഒരു സിസ്റ്റിൽ നിന്ന് 8 ട്രഫോസോയിറ്റുകൾ ഫോം ചെയ്യും. ട്രഫോസോയിറ്റ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് ഇവര് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുകയും കുറെ ട്രഫോസോയിറ്റുകൾ എന്ത് ചെയ്യും, ഇതിന്റെ മ്യൂക്കസിലേക്ക് ഇൻവൈഡ് ചെയ്യും. അതായത് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിന്റെ മ്യൂക്കസിലേക്ക് ഇൻവൈഡ് ചെയ്തിട്ട് മറ്റുള്ള ഓർഗൻസിലേക്ക്, അതായത് ലങ്സ്, ബ്രെയിന്, സ്പ്ലീന്, ലിവർ പോലുള്ള ഓർഗൻസിലേക്ക് എത്തുകയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. കുറച്ച് ട്രഫോസോയിറ്റുകൾക്ക് എന്ത് സംഭവിക്കും, എൻസിസ്റ്റേഷൻ സംഭവിക്കും. അങ്ങനെ അത് ഇമ്മച്ചുർ സിസ്റ്റ് ആകും, പിന്നീട് മെച്ചുർ സിസ്റ്റ് ആകും. ആ സിസ്റ്റ് സ്റ്റൂൾ വഴി, ഫ്രഷ്ലി പാസ്ഡ് സ്റ്റൂൾ വഴി മനുഷ്യന്റെ ശരീരത്തിന് പുറത്തേക്ക് എത്തുകയും വീണ്ടും ജലത്തിലൂടെയോ അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെയോ അടുത്ത മനുഷ്യനിലേക്ക് എത്തുകയും ചെയ്യും. ഇതാണ് എൻറ്റമീബ ഹിസ്റ്റാൾട്ടിക്കയുടെ ലൈഫ് സൈക്കിള് വരുന്നത്. അടുത്തത് നമുക്കിതിന്റെ രോഗകാരകത്വം നോക്കാം. പാത്തോജെനിസിറ്റി. ഇത് അമീബിയാസിസ് എന്ന രോഗമാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണ് വയറുവേദന, വയറിളക്കം, രക്തം അഥവാ മ്യൂക്കസ് കലർന്ന മലം, അതായത് വയറുകടി എന്ന് പറയുന്ന അസുഖമാണ് അത് വരുന്നത്, തളർച്ച, ഭാരം കുറയുക എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ, അമീബിയാസിസിന്റെ ലക്ഷണങ്ങൾ. കരളിലും മറ്റവയവങ്ങളിലും കുരുക്കൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. ശ്വാസകോശം, തലച്ചോറ്, പ്ലീഹ മുതലായവയെ ബാധിക്കും. അടുത്തത് നമുക്ക് ഈ അസുഖത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ, പ്രൊഫൈലാക്സിസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിയായ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശുചിത്വം പാലിക്കുക, ഭക്ഷണത്തിലും ജലത്തിലും നമ്മുടെ വീടും പരിസരത്തിലും നമുക്ക് സ്വന്തം നമ്മുടെ വ്യക്തി ശുചിത്വവും പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മാർഗങ്ങൾ. ശരിയായ വ്യക്തി ശുചിത്വം പാലിക്കുക, ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക, തിളപ്പിച്ചതോ അരിച്ചെടുത്തതോ അതായത് ഫിൽട്ടർ ചെയ്തതോ ആയിട്ടുള്ള ശുദ്ധജലം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക, മലിനമായ ജലസ്രോതസ്സുകളിൽ നിന്നോ ശുദ്ധീകരിക്കാത്തതോ ആയ ജലം കുടിക്കാതിരിക്കുക, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ പച്ചക്കറികൾ കഴുകി ഉപയോഗിക്കുക, രോഗബാധിത പ്രദേശങ്ങളിൽ അസംസ്കൃതമായതും വേവിക്കാത്തതുമായ ഭക്ഷണം ഒഴിവാക്കുക. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ശരിക്കും നല്ലപോലെ വേവിക്കാതെയൊക്കെ കഴിക്കുന്നത് വഴി ഈ അസുഖം നമ്മളിലേക്ക് എത്തും, ഈ പാരസൈറ്റ് നമ്മളിലേക്ക് എത്തും. ഈ പാരസൈറ്റ് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെ ചൂടില് നിലനിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഈ സിസ്റ്റുകൾ നശിച്ചു പോവുകയും നമ്മൾ സേഫ് ആകുകയും ചെയ്യും. അതുകൊണ്ടാണ് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ശുദ്ധജലത്തിൽ തന്നെ കഴുകി ഉപയോഗിക്കുക. ചിലരൊക്കെ കണ്ടിട്ടില്ലേ, ഈ
ചില റിമോട്ട് ഏരിയകളിലൊക്കെ ആണെങ്കിൽ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളത്തിലായിരിക്കില്ല, അവർ തോട്ടിലോ കുളത്തിലോ ഒക്കെ ഉള്ള വെള്ളത്തിലായിരിക്കും പച്ചക്കറികളും അരിയും മുതലായവയൊക്കെ കഴുകി ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളതിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ ഈ ഒരു അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ബാധിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുപോലെ തന്നെ ഭക്ഷണം കൃത്യമായി വേവിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൃത്തിയുള്ള ശൗചാലയങ്ങൾ ഉപയോഗിക്കുകയും മനുഷ്യവിസർജ്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഈ രോഗം തടയാവുന്നതാണ്. അതുകൂടാതെ വീടും പരിസരവും വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുക എന്നുള്ളതും ഈ ഒരു അസുഖത്തിനെ പ്രതിരോധിക്കാനുള്ള മാർഗമാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ബാക്കിയുള്ള പാരസിറ്റിക് പ്രോട്ടോസോവൻസിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ, SCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് നോക്കുന്നതാണ്. ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് ഉണ്ട്. താല്പര്യമുള്ളവർ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ചാനലിൽ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.